തിരുവനന്തപുരത്ത് നിന്ന് രാവിലെ അല്ല ഇന്നലെ അർദ്ധരാത്രിയോട് കൂടി കാണാതായ കുട്ടിയെ ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ടതും നിർണായകമായ വിവരമാണ് വരുന്നത്. കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെയും കേരളം ഒന്നുപോലെ പ്രതീക്ഷിച്ചിരുന്ന വാർത്തയിലേക്കാണ് ഈ നിമിഷങ്ങളിൽ എത്തുന്നത്. കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണ് എന്നാണ് പ്രാഥമികമായി മനസ്സിലാക്കുന്നത്. ബ്രഹ്മോസിന് പുറകുവശത്തുള്ള ഓടയിൽ നിന്നാണ്, കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന സമീപത്തെ ഓടയിൽ നിന്നുമാണ് കുട്ടിയെ കണ്ടെത്തിയത് എന്നാണ് മനസ്സിലാക്കുന്നത്. കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണ്. മറ്റ് വിവരങ്ങൾ ഇപ്പോൾ പ്രാഥമികമായി പങ്കുവച്ചിട്ടില്ല. അന്വേഷണത്തിന്റെ ഘട്ടത്തിലാണ് മറ്റ് വിവരങ്ങൾ. കുട്ടിയെ ആര് കൊണ്ടുപോയി, ഏത് നിലയിൽ ഇവിടെ ഉപേക്ഷിക്കപ്പെട്ടു എന്നതുൾപ്പെടെയുള്ള വിവരങ്ങൾ ഇപ്പോൾ അന്വേഷണ സംഘം കൃത്യമായി പങ്കുവയ്ക്കുന്നില്ല. പക്ഷേ ഏറ്റവും ആശ്വാസകരമായ വാർത്ത വരുന്നു, കുട്ടിയെ കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. 2 വയസ്സുകാരിയായിരുന്ന മേരിയെ കണ്ടെത്തിയിരിക്കുന്നു. രാവിലെ മുതൽ തന്നെ മേരിക്കായുള്ള തിരച്ചിൽ ഊർജിതമായ അന്വേഷണ സംഘവും പോലീസും ഒക്കെ നടത്തിയിരുന്നു. ഇന്നലെ രാത്രി ഏകദേശം 2 മണിയോടുകൂടിയാണ് ഈ കുട്ടിയെ കാണാതായത്. പേട്ടയ്ക്ക് സമീപത്ത് നിന്നാണ് കുട്ടിയെ കാണാതായത്. മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കുമൊപ്പം ഉറങ്ങിക്കിടക്കുകയായിരുന്ന കുട്ടിയാണ് അവിടെ നിന്ന് കാണാതാകുന്നത്. പിന്നീട് ഇവർ എത്തി പോലീസിൽ പരാതിപ്പെടുന്നു. VS അനുരാഗ് വിവരങ്ങൾ നൽകാൻ ചേരുകയാണ്. അനുരാഗ്, ഏറ്റവും ആശ്വാസകരമായ, നമ്മൾ കാത്തിരുന്ന വാർത്തയിലേക്ക് എത്തുന്നു. ഈ കുട്ടിയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട്, കുട്ടിയെ കണ്ടെത്തിയതുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘം ഇപ്പോൾ എന്തൊക്കെയാണ് പറയുന്നത്? അസിത സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറ്റവും ആശ്വാസകരമായ, സന്തോഷകരമായ വാർത്ത തന്നെയാണ്. കുട്ടിയെ കണ്ടെത്തിയിരിക്കുന്നു, ആരോഗ്യനിലയിൽ തൃപ്തികരമാണ് തന്നെയെന്നാണ് ഇപ്പോൾ തിരുവനന്തപുരം സിറ്റി ഡെപ്യൂട്ടി കമ്മീഷണർ നിതിൻ രാജ് വ്യക്തമാക്കിയത്. 15 മിനിറ്റ് മുൻപ് മാത്രമാണ് ഈ കുഞ്ഞിനെ കണ്ടെത്താനായത്. കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന വഴിയിൽ ബ്രഹ്മോസിന് പുറകുവശത്തുള്ള ഓടയിൽ നിന്നാണ് കുട്ടിയെ കണ്ടെത്തിയത്. എന്തായാലും ആരോഗ്യനില തൃപ്തികരം തന്നെയെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. ഇനി കുട്ടിക്ക് മെഡിക്കൽ പരിചരണം നൽകേണ്ടതുണ്ട്. അതിനായി ആശുപത്രിയിലേക്ക് മാറ്റുകയാണ്. ഈ വിദഗ്ധമായ ചികിത്സ നൽകിയ ശേഷം കൂടുതൽ കാര്യങ്ങൾ പ്രതികരിക്കാം. അതായത് നിരവധി ചോദ്യങ്ങൾ ഇനി ഉണ്ട്. ആരാണ് ഈ കുട്ടിയെ അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയത്, എങ്ങനെയാണ് അവിടെ ഉപേക്ഷിച്ചത് എന്ന അടക്കമുള്ള കാര്യങ്ങൾ ചോദ്യമായി തന്നെ നിൽക്കുന്നുണ്ട്. അതിനൊപ്പം തന്നെ ഈ പെൺകുഞ്ഞിനെ എന്തിനാണ് ഇത്തരത്തിൽ തെരഞ്ഞെടുത്തത്? 4 കുട്ടികൾ ഒരുമിച്ചാണ് ഉറങ്ങിക്കിടന്നത്, 3 ആൺകുട്ടികളും ഈ പെൺകുട്ടിയും. എന്തിനാണ് ഈ കുട്ടിയെ തന്നെ തെരഞ്ഞെടുത്തത് അടക്കമുള്ള നിരവധി ചോദ്യങ്ങൾ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. അതിനൊക്കെ ഉത്തരം ഈ മെഡിക്കൽ പരിചരണത്തിന് ശേഷം വിശദമായി തന്നെ പ്രതികരിക്കാം, അതിന് മറുപടി നൽകാമെന്നുള്ള കാര്യമാണ് ഈ ഘട്ടത്തിൽ അദ്ദേഹം വ്യക്തമാക്കി വയ്ക്കുന്നത്. എന്തായാലും കാഴ്ചയിൽ കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണ് എന്ന കാര്യം തന്നെ ഇപ്പോൾ അദ്ദേഹം വ്യക്തമാക്കി വെക്കുന്നു. ഇപ്പോൾ ആരും പോലീസിന്റെ കസ്റ്റഡിയിൽ ഇല്ല എന്നുള്ള കാര്യം കൂടി അദ്ദേഹം പറയുന്നുണ്ട്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ആരും പോലീസിന്റെ കസ്റ്റഡിയിലില്ല. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട നിരവധി ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടതുണ്ട് എന്ന കാര്യം കൂടി അദ്ദേഹം വ്യക്തമാക്കി വയ്ക്കുമ്പോൾ എങ്ങനെയാണ് ഈ അവിടെ എത്തിയത്, ആരാണ് ഇതിന് പിന്നിൽ എന്നടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും രാവിലെ മുതൽ അശ്രാന്ത പരിശ്രമം തന്നെ പോലീസ് ഈ കുട്ടിയെ കണ്ടെത്താനുള്ള നടപടിയുമായി നടത്തിക്കൊണ്ടിരുന്നു. പുലർച്ചെ 2:30 കൂടിയാണ് ഈ പരാതി പോലീസിന് മുന്നിൽ എത്തുന്നത്. ആ നിമിഷം മുതൽ തന്നെ ഒരു വിശ്രമവുമില്ലാതെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചുകൊണ്ടും അതിനടക്കമുള്ള വാഹന പരിശോധന അടക്കമുള്ള കാര്യങ്ങൾ നടത്തിക്കൊണ്ട് കുഞ്ഞിനെ സുരക്ഷിതമായി തന്നെ കണ്ടെത്തി ആ മാതാപിതാക്കൾക്ക് നൽകാനുള്ള ശ്രമം തന്നെയാണ് പോലീസ് നടത്തി വന്നത്. അത് വിജയം കണ്ടിരിക്കുന്നു. കുട്ടിയെ സുരക്ഷിതമായി തന്നെ കണ്ടെത്തിയിരിക്കുന്നു. ആരോഗ്യനില തൃപ്തികരം തന്നെയാണ്. ഇനി കൂടുതൽ വിദഗ്ധ ചികിത്സകൾ നൽകിയ ശേഷം ഈ മാതാപിതാക്കൾക്ക് തന്നെ കൈമാറുകയും ചെയ്യും. നേരത്തെ നമ്മൾ രാവിലെ തന്നെ കണ്ട കാഴ്ച മാധ്യമങ്ങൾക്ക് മുന്നിൽ ഈ മാതാപിതാക്കൾ കൈ കൂപ്പിക്കൊണ്ട് കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരു കാഴ്ചയാണ്. ആ നിമിഷം തന്നെ പോലീസ് നൽകിയ ഉറപ്പ് അവരുടെ ഈ കണ്ണുനീർ മായ്ക്കും, അവർക്ക് സന്തോഷം നൽകുന്ന ഒരു വാർത്തയുമായി തന്നെ തിരിച്ചെത്തുമെന്നുള്ളത് തന്നെയാണ്. ആ ഒരു വാർത്ത തന്നെയാണ് ഇപ്പോൾ പങ്കുവയ്ക്കാനുള്ളത്. എന്തായാലും കുട്ടിയെ സുരക്ഷിതമായി കണ്ടെത്തിയിരിക്കുന്നു. 15 മിനിറ്റ് മുമ്പാണ് ഈ ബ്രഹ്മോസിന് പുറകെ കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന വഴിയിലുള്ള ഒരു ഓടയിൽ നിന്ന് കുട്ടിയെ കണ്ടെത്തിയിരുന്നത്. എന്തായാലും ആ സ്ഥലത്തൊക്കെ തന്നെയും വ്യാപക പരിശോധന പോലീസ് നടത്തി വരുന്നുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായി തന്നെയാണ് എന്തായാലും കൃത്യമായ ഒരു സുരക്ഷാ വലയം, അല്ലെങ്കിൽ ആ ഒരു വലയം ഭേദിച്ചുകൊണ്ട് ഈ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോയവർക്ക് ആ വലയം ഭേദിക്കാനായില്ല എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാകണം കൊല്ലത്തേതിന് സമാനമായി കുട്ടിയെ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞത്. എന്തായാലും ഈ കുട്ടിയെ തട്ടിക്കൊണ്ട് പോയതാണോ, ആരെങ്കിലും എടുത്തുകൊണ്ട് പോയതാണോ, അല്ലെങ്കിൽ എന്താണ് സംഭവിച്ചത് എന്ന കാര്യം ഇപ്പോഴും ഒരു അവ്യക്തതയോടെ തുടരുന്നു. അതിനുള്ള മറുപടി എന്തായാലും അല്പസമയത്തിനകം നൽകാമെന്നുള്ളതാണ് ഡെപ്യൂട്ടി കമ്മീഷണർ നൽകുന്ന മറുപടി. എന്തായാലും ഏറ്റവും ആശ്വാസകരമായ, സന്തോഷം പകരുന്ന വാർത്ത, കുഞ്ഞിനെ സുരക്ഷിതമായി തന്നെ കണ്ടെത്തിയിരിക്കുന്നു. മാതാപിതാക്കളെ ഇക്കാര്യം അറിയിച്ചിട്ടുണ്ട് എന്ന കാര്യം കൂടി പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. അനുരാഗാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.